ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, എന്തായാലും ഇനി ഈ കേസ് എന്തായാലും ചലഞ്ച് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി അവസരം ഇക്കാര്യത്തിൽ ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ, കാരണം അന്ന് പല കേസുകളിലും എടുക്കുന്ന ഒരു തിടുക്കം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്ര പെട്ടെന്ന് തിടുക്കം പിടിച്ച് ചലഞ്ച് അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ടോ? അല്ല, ഇതിനകത്ത് അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിനകത്തുള്ളൊരു വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ പുതുശ്ശേരി സാർ ഉത്തരം പറയേണ്ട ഒരു മാറ്ററാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ വിത്ത് തീർച്ചയായിട്ടും അദ്ദേഹം, കാരണം ഇന്ന് വരെ ഇപ്പം നമ്മളിപ്പോൾ ഈ TV ഇപ്പം അതിൻ്റെ നാൾവഴി നമ്മൾ കണ്ടല്ലോ, ഇന്ന് വരെ ഈ മണിസാറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഡൈവർജൻ വ്യൂസ് ഉണ്ട്. സുകേഷിൻ്റെ ഒരു വ്യൂ, ബിസിനസ് ഡയറക്ടറുടെ മറ്റൊരു വ്യൂ, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് സുകേഷിൻ്റെ അന്വേഷണം ശരിയല്ല, ഓർ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ, ഓർ ഹിസ് കൺക്ലൂഷൻസ് ആർ ടേൻറ്റഡ് ബൈ മാലഫൈറ്റ്സ്, അങ്ങനെ ഒരു അലിഗേഷൻ ദേ ഡോണ്ട് ഹാവ്. ഇതുവരെ ഇല്ല. ഇതുവരെ അദ്ദേഹം ഈവൻ ഇത്ര ഓസിഫറസായിട്ട് അദ്ദേഹം മറ്റേ ആളെ ഡിഫെൻഡ് ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല മറ്റേ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ്, അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു കൺക്ലൂഷൻസ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അത് ടൈൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എവിഡൻസ്, അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരാൾ പറയുന്നത് ശരിയാണോ, വാമൊഴി ശരിയാണോ, അത് മതിയോ, അത് ഹിയർസേ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റ്. ബട്ട് ദ എസെൻഷ്യൽ പോയിന്റ് ഈസ്, യഥാർത്ഥത്തിൽ ഒരു കേസിനകത്ത് ഒരു പ്രതിക്കെതിരെ ഒരു ചാർജ് കൊടുക്കണോ വേണ്ടയോ, ഫൈനൽ റിപ്പോർട്ട് ബോധിപ്പിക്കണോ വേണ്ടയോ? എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കോടതി വിധി സംബന്ധിച്ച് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സജേഷ്, എന്താണ് നേരത്തെ ലഭ്യമായതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രജീഷ്, കോടതി ഉത്തരവിന്റെ പകർപ്പിനിയും ലഭിച്ചിട്ടില്ല. എന്നാൽ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടതെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേഷിന്റെ നിർദ്ദേശങ്ങൾ അന്തിമ റിപ്പോർട്ടിലേക്ക് പരിഗണിച്ചില്ല. ബിജു രമേശ് ഹാജരാക്കിയ CD കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ബാറുടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കണം. മാർച്ച് 31-ന് ബാറുടമകളുടെ സംഘടനയുടെ നേതാക്കളും മാണിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വ്യക്തമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിരീക്ഷണമാണ് കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. മാണിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന പരാമർശം വിധി പ്രഖ്യാപനത്തിലുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിശദാംശം അനുസരിച്ച് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടതെന്ന വ്യക്തമായ നിരീക്ഷണം കോടതി നടത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബിജു രമേശ് ഹാജരാക്കിയ CD ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിജിലൻസ് വിധേയമാക്കിയില്ലെന്നും കോടതി പറയുന്നു. ബാറുടമകളുടെ അക്കൗണ്ടുകളും വിശദമായി പരിശോധിച്ചില്ല. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, മാർച്ച് 31-ന് ബാറുടമ സംഘടനാ ഭാരവാഹികൾ K മാണിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി 25 ലക്ഷം രൂപ കൈമാറിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിൽ പറയുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ SP R സുകേശൻ ശാസ്ത്രീയമായ തെളിവുകളും നൽകിയിരുന്നു. എന്നാൽ ഈ ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ വിധി പ്രഖ്യാപനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വ്യക്തമാണ് സജേഷ്. കൂടുതൽ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി തേടുക. കോടതിയിൽ നിന്നും ഓരോ ഘട്ടമായി ഇതിന്റെ വിധി പകർപ്പിന്റെ വിശദാംശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ രണ്ടുപേരോടും, കാരണം അവിടെ അജിത് കുമാർ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഹിയർസേ എന്നാണ് അവർ ഇപ്പോഴും വാദഗതി ഉന്നയിക്കുന്നത്. പക്ഷേ ഹിയർസേക്ക് ആനുപാതികമായ അല്ലെങ്കിൽ അതിന് സമർപ്പിക്കപ്പെട്ട രീതിയിൽ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള തെളിവുകളിലേക്ക് പോയിട്ടില്ല. അതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് കണ്ടെത്തേണ്ടത്, ആരാണ്, അവിടെ ഒരു ഘടകങ്ങളും പരിശോധിച്ചിട്ടില്ല എന്ന് കോടതി ഇന്ന് ഈ ഫൈൻഡിങ്സിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിധിയിലൂടെ പറയുന്നെങ്കിൽ ആക്കം കൂടുന്നുണ്ടോ, ഗൗരവം വർദ്ധിക്കുക? തീർച്ചയായിട്ടും. കാരണം ഇതിന് സമാനമായിട്ടുള്ള നമ്മുടെ CBIയുടെ രഞ്ജിത്ത് സിൻഹയെ വിളിച്ചിട്ട് സുപ്രീം കോടതി ശാസിച്ച ഒരു സംഭവം എനിക്കറിയാമായിരിക്കുമല്ലോ. അതായത് 2G സ്കാം കേസിനകത്ത് ഒരു അക്യൂസ്ഡ് രാവിലെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ശാന്തി ഭൂഷൺ ഫയൽ ആൻ അഫിഡവിറ്റ് ഇൻ സുപ്രീം കോർട്ട്. എന്നിട്ട് സുപ്രീം കോർട്ട് അദ്ദേഹത്തിൻ്റെ വിസിറ്റേഴ്സ് ഡയറി കോൾ ഫോർ ചെയ്തു. വിസിറ്റേഴ്സ് ഡയറിയിൽ നിന്ന് ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് രഞ്ജിത്ത് സിൻഹയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. ദ മാറ്റർ വാസ് ഹൈലി ഡെപ്രിക്കേറ്റഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഒരു മാറ്റർ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് വാട്ട് ബിസിനസ് ആസ് ദ CBI ഡയറക്ടർ ടു മീറ്റ് ആൻ അക്യൂസ്ഡ്?
അത് വളരെ ഭയങ്കര, എന്നിട്ട് സുപ്രീം കോടതി സ്ട്രിക്ചേഴ്സ് വന്നൊരു മാറ്ററാണ് എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ അദ്ദേഹം, ഐ ഹാവ് നോട്ട് സീൻ ദ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു കോർട്ട് ജഡ്ജ്മെന്റിനെ പറ്റി അഭിപ്രായം പറയുന്ന ഒരു വക്കീലിന് ഒരിക്കലും ചേർന്ന കാര്യമില്ല. അല്ല, ഇപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ട് കണ്ടിട്ടാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈ സുകേശൻ വാസ് സബ്ജക്റ്റഡ് ടു ഇൻഫ്ലുവൻസ് ബൈ ദി വിജിലൻസ് ഡയറക്ടർ. അങ്ങനെ സബ്ജക്റ്റഡ് ടു പ്രഷർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. ഇഫ് ദർ ഈസ് സച്ച് എ റെഫറൻസ് ഇൻ ദ ജഡ്ജ്മെന്റ്, ഇറ്റ്സ് എ വെരി വെരി സീരിയസ് മാറ്റർ. വെരി സീരിയസ് മാറ്റർ റിഫ്ലക്റ്റിംഗ് ഓൺ ദി integrity of a very senior police official. No, that is അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പ്രോബബ്ലി ദ വിജിലൻസ് ഡയറക്ടർ ഹാസ് വിത്ഡ്രോൺ. സുരേന്ദ്രപിള്ള, അദ്ദേഹം നിയമവശത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഇനി ഗൂഢാലോചനയുടെ കാര്യം താങ്കളാണ് പറയുന്നത്. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളല്ലോ. ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ നിയമവശം വളരെ കറക്റ്റാണ്. അതായത് ഈ ആർ സുകേശൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് വിൻസെൻ്റ് പോളിനെ കൊണ്ട് സർക്കാർ വളരെ സമ്മർദ്ദപ്പെടുത്തിയാണ് അദ്ദേഹത്തെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചത്. ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതി അംഗീകരിച്ചില്ല, കോടതി തള്ളിയതുകൊണ്ടാണല്ലോ ഇത് തുടരന്വേഷണം കോടതി ഉത്തരവിട്ടത്. കോടതിക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ എന്താ കോടതി ചെയ്യാഞ്ഞേ? കോടതിക്കറിയാം ഈ റിപ്പോർട്ടിൻ്റെ താഴോട്ടുള്ള കേസ് ഡയറി മുഴുവൻ സുകേശൻ അന്വേഷിച്ചതാണ്. സുകേശൻ്റെ റിപ്പോർട്ടിനകത്ത് KM മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ട്. ഈ പണം പറ്റിയ കാര്യമുണ്ട്. അതിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ജേക്കബ് തോമസിനും ശരിയല്ലാത്ത രീതിയിലേക്ക് പോയത്. ഈ 78 എന്നുള്ള കാർ ആരുടെയാ? ആ കാർ എന്തിനാ അവിടെ ചെന്നത്? KM മാണിയുടെ വീട്ടിൽ എത്ര പ്രാവശ്യം ചെന്നു? അതെല്ലാം റിപ്പോർട്ടിനകത്തുണ്ട്. അമ്പിളിയുടെ നുണപരിശോധന റിപ്പോർട്ട് ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് വിൻസെൻ്റ് പോളിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിച്ചത്. വിൻസെൻ്റ് പോളിന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. എന്നെ കോടതിക്ക് വിശ്വാസമില്ല. ദാറ്റ് മീൻസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോടതിക്ക് വിശ്വാസമില്ല. ഈ ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ രാജിവെക്കേണ്ടതല്ലേ? വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോടതി അവിശ്വസിക്കുന്നു, ഒരു നീതിപീഠം അവിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല, ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു, ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ, ഒരു സീനിയർ ഓഫീസറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ മാറുമ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള ചെറിയ ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നു. അല്പസമയം അതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തായാലും താങ്കൾക്ക് തന്നെ ലഭ്യമാക്കുന്ന കോടതി ഉത്തരവിന്റെ പകർപ്പാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് ലഭ്യമാക്കുന്നതാണ്.